സൂപ്പർ 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 ഇമോഷനൊക്കെ അടിപൊളിയായിട്ട് പടം, അടിപൊളി പടം, നല്ല സൂപ്പർ മൂവി. എല്ലാവരും കാണണം, എല്ലാവരും തിയേറ്ററിൽ വാച്ച് ചെയ്യണം. അൻരാജിൻ്റെ ഡയറക്ഷൻ അടിപൊളിയാണ്. നമുക്ക് ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അടിപൊളി, നല്ല 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 മൂവി. ആണ് അതൊക്കെ നമ്മൾക്ക് ഫീൽ ചെയ്യാൻ പറ്റിയപ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇത്രയൊക്കെ അവരൊക്കെ അനുഭവിച്ചല്ലോ എന്നോർക്കുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. ഒരു തുണ്ട് ഭൂമിക്കും ഒരു വീടിനും വേണ്ടിയിട്ടാണ് അവരൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടത്. പിന്നെ അതിനിടയ്ക്ക് പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ഉറപ്പായിട്ടും പൊളിറ്റിക്സ് ഉണ്ട്. അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ഇമോഷണലാവോ പടം കണ്ടാൽ? പടം ഉറപ്പായിട്ടും ഇമോഷൻ വെച്ചാൽ ഹൈലി ഭയങ്കരമായിട്ട് ഇമോഷനാവും. സിനിമ പൊളിറ്റിക്സ് എന്തെങ്കിലും പറയുന്നുണ്ടോ? അതിന് അങ്ങനെ പറയുന്നില്ല, എന്നാലും ഞാൻ പറയുന്നു എന്നുവെച്ചാൽ അന്നത്തെ കാലത്ത് പൊളിറ്റിക്സ് ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ മേളിൽ നിന്നുള്ള ഇതെന്ന് പറയുന്നവർ. അപ്പോൾ ആ പൊളിറ്റിക്സ് ഉണ്ടാവുമല്ലോ. നമുക്ക് അടിപൊളി, എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. സൂപ്പർ 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 ഇമോഷനൊക്കെ അടിപൊളിയായിട്ട് കാണാം. ഒരു രാഷ്ട്രീയം പറയുന്ന സിനിമയാണ്. എങ്ങനെയാണ്? തീർച്ചയായും രാഷ്ട്രീയം പറയുന്ന സിനിമ തന്നെയാണ്. നടന്ന സംഭവങ്ങളാണല്ലോ, നടന്ന സംഭവങ്ങൾ നന്നായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. എല്ലാ തവണയും പോലെ നന്നായിട്ടുണ്ട്. വേറൊരു ആംഗിളിൽ നിന്നാണ് പറഞ്ഞേക്കുന്നത്. നന്നായിട്ട് നമ്മളെപ്പോൾ മീഡിയ കൂടുന്ന ആംഗിളിലല്ല, ഇത് പുതിയൊരു വേർഷൻ ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. പക്ഷേ അത് സത്യത്തിൻ്റെ ഭാഗത്തു നിന്നും മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പോലീസിനെ അങ്ങോട്ട് ഇതായിട്ടിരിക്കിട്ടുള്ളൊരു ഇതാണ് വരുന്നത്. അതായത് നല്ല പടമാണ്. ഇരുന്ന പിന്നെ അനങ്ങാൻ പറ്റൂല, ആ രീതിയിൽ നമ്മൾ വലിച്ചുകൊണ്ട് പോകുന്ന രീതിയിലുള്ളൊരു പടമാണ്. ലാഗിങ് നന്നായിട്ടുണ്ട്. അത് ആ ഒരു ബോഡി ലാംഗ്വേജ് എല്ലാം കൊണ്ടും വളരെയധികം മാച്ച് ആവുന്നുണ്ട്. പിന്നെ നല്ല പെർഫോമൻസ് ആണ് അവർ ചെയ്തിട്ടുള്ളത്. പടം നല്ലൊരു പടമാണ്. നല്ല പെർഫോമൻസുകൾ മൊത്തത്തിൽ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. നല്ല പടമാണ്. അതെ അതെ അതെ, റിയൽ ലൈഫിൽ നടന്ന സംഭവം തന്നെ അവർ കുറച്ചുകൂടി സിനിമാറ്റിക് ലിബർട്ടി എടുത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഉണ്ട് സിനിമ. ഉണ്ട്, തീർച്ചയായും പൊളിറ്റിക്സ് പറയുന്നുണ്ട്. നമുക്ക് ഇങ്ങനൊരു സംഭവം നടന്നു നമ്മുടെ നാട്ടിൽ നിന്നുള്ളത് കാണിക്കുന്നുമുണ്ട്. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ്. എൻ്റെ ഒരു സുഹൃത്തും ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയും നന്നായിട്ട്, പ്രശാന്ത് മാധവൻ ഇതിലൊരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സിനിമയാണ്, എല്ലാവരും കാണും. തീർച്ചയായും റിയൽ ലൈഫിൽ നടന്ന കഥയാണല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും എല്ലാവരും അറിയേണ്ടതാണ്. ഈ ഒരു വിഷയത്തെപ്പറ്റി കുറേ കൂടെ ചർച്ച ചെയ്യാനുള്ളൊരു സ്പേസ് ഈ സിനിമ എന്തായാലും തരുന്നുണ്ടാവും. നന്നായിട്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട് ആസ് ആൻ ആക്ടർ. ടോവിനോയുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമയായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഫീൽ ഗുഡ് മൂവിയായിരുന്നു. ടോവിയൊക്കെ അടിപൊളിയായിരുന്നു. പൊളിറ്റിക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എല്ലാം ഉണ്ട്. നല്ല ഫീൽ ഗുഡ് ആയിരുന്നു. ഞങ്ങളെല്ലാം വേറെ അടിപൊളി. ഫസ്റ്റ് ഡേ കാണാൻ വരാനെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തായിരുന്നു, കാറൊക്കെ വെച്ച്. പിന്നെ അല്ലാതെ സോങ്ങൊക്കെ വെച്ച് കുറേ വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടുത്തെ ഈ തിയേറ്ററിൽ വന്ന് കാണണമെന്ന്. പിന്നെ ടിപ്പൂക്ക ഫ്രണ്ടാണ്, അങ്ങനെ ഒരു രീതിയിലാണ് വന്നത്. ഇവിടെ വന്ന് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ടോവിയെ ഇഷ്ടമൊക്കെയാണ്, പക്ഷേ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. നല്ല ഇമോഷണൽ സീനായാലും മാസിനായാലും എല്ലാം അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടു. അടിപൊളി സിനിമ. പടം അടിപൊളിയാണ്, ഭയങ്കര ഇമോഷണലാണ് പടം. സെക്കൻഡ് ഹാഫ് കരയിച്ച് ഭയങ്കര വിഷമമായി പോയി. ആദിവാസികളുടെ ഭയങ്കര ഇത് പറയാൻ വയ്യ വലുതായിട്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോഴത്തെ യുവാക്കളുടെ രീതി PSCയുടെ അതൊക്കെ ഭയങ്കര ഫീലിംഗ് ആയിട്ടുള്ള ഇതാണ്. നല്ല ഫിലിം. സോറി, ടോവിനോ is good as usual. He's അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ട്. ഈ സിനിമ ഒരു പൊളിറ്റിക്സ് സോറി, ഈ സിനിമ ഒരു പൊളിറ്റിക്സ് സംസാരിക്കുന്നതായിട്ട് തോന്നിയത്. അതെ, എനിക്ക് അതിൻ്റെ റൈറ്ററെ കണ്ട കുറച്ചുകൂടി ചോദിക്കായിരുന്നു. അതെ, പൊളിറ്റിക്സ് ആണല്ലോ സംസാരിച്ചത്.